യേശുതമ്പുരാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെയും 19-ാമത്തെയും വാക്യത്തിൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ഈ വചനം ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ഈ COVID-19 കാലഘട്ടത്തിൽ നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളും സ്കൂളിലെ ക്ലാസ്സുകളുമെല്ലാം നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ അതിരൂപത കേന്ദ്രത്തിൽ നിന്ന് കാറ്റഗിസത്തിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നും അതിൻ്റെ ആക്ടിവിറ്റീസുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നു. അതിൽ ഒത്തിരിയേറെ സന്തോഷം. എന്നാൽ ഈ ആഴ്ച അതിൽ നിന്ന് അല്പം വ്യത്യാസമായി നമ്മുടെ തന്നെ അധ്യാപകരാണ് നമുക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുക. അതിനുവേണ്ടി യത്നിച്ച അധ്യാപകർക്ക് എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നതാണ്. അതിൻ്റെ അവസാന ഭാഗത്തിൽ നട്ടുവളർത്താനും പണിതുയർത്താനും വേണ്ടി ജനതകളുടെയും രാജ്യത്തിൻ്റെയും മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു. നട്ടുവളർത്തണം, പണിതുയർത്തണം. നമ്മളുടെ ഈ കാറ്റഗിസം ക്ലാസ്സുകളൊക്കെ നമ്മെ നട്ടുവളർത്താനും പണിതുയർത്താനുമൊക്കെ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. 2 സിനിമയുടെ ഡയലോഗുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലെ അതിലൊരു കഥാപാത്രമാണ്. അതിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. ഈ കാലഘട്ടം ജയിക്കാനുള്ള കാലഘട്ടമാണ്. നമുക്ക് ജയിക്കണം, നമ്മളെ ജയിക്കൂ. ഈ കാറ്റഗിസം ക്ലാസ്സുകളും നമ്മുടെ അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നേടുമ്പോൾ നമ്മൾ ഇതിലൂടെ ജയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നാടോടി മന്നൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന ഡയലോഗുണ്ട്, ചരിത്രത്തിന്റെ ഭാഗമാകാൻ ആർക്കും സാധിക്കും, പക്ഷേ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ചരിത്രം സൃഷ്ടിച്ചവരാണ്. അപ്പോൾ ഈ ചരിത്രം സൃഷ്ടിച്ചവന്റെ പാത പിന്തുടരുന്നവരായ നമ്മൾ അതേ ചരിത്രം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. അതിനാൽ നമ്മളുടെ ആത്മീയ ജീവിതവും കൂട്ടായ പരിശ്രമങ്ങളുമെല്ലാം ഈ ചരിത്രം സൃഷ്ടിക്കുന്നതായിട്ട് മാറും. നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിലൂടെ ഈ ആത്മീയമായ ഈ ഉണർവ് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം, ഒരുമിച്ച് നടക്കാം, ഒരേ ഹൃദയത്തോടെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നമ്മൾക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കളെയും എന്നെയും പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ നീല അങ്കിയിൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ. ഈ മക്കൾ പുതിയൊരു അധ്യയന കാലഘട്ടത്തിലേക്ക് കടക്കുന്ന നിമിഷം അവർ പ്രവേശിക്കാൻ പോകുന്ന സ്കൂളുകളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിയെ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, നരകസർപ്പത്തിന്റെ തല തകർത്ത കന്യകാമറിയമേ, ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാവിപത്തിനെ അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ട് തകർത്ത് കളയണമേ.
അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് ടീച്ചർക്ക് അറിയാം. നിങ്ങളൊക്കെ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി നല്ല കുട്ടികളായിട്ട് അടുത്ത സ്കൂൾ തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സബ്ജക്റ്റും നല്ലൊരു സ്കൂളും കിട്ടാൻ വേണ്ടി ടീച്ചർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഇനി 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായം എന്താണ്? നിങ്ങൾ ഇതിനു മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിസ്തു ആരാണ്, ക്രിസ്തുവിന്റെ സവിശേഷതകൾ എന്താണ്, ക്രിസ്തുവിന്റെ വ്യക്തിത്വം എന്താണ്, എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളുടെ അതിരൂപതയിൽ നിന്ന് അടിപൊളി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 5-ാം അധ്യായം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടല്ലേ എന്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത്? ടീച്ചറിന്റെ 11-ാം ക്ലാസ് ആദ്യമായിട്ടാണ്. എങ്കിലും ഈശോ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നതിന് ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെപ്പോലെ നല്ല മിടുക്കന്മാരായ കുട്ടികളെ നൽകിയതിന് നന്ദി പറയുന്നു. നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് 5-ാം അധ്യായം? ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്. ഈ ക്രിസ്തീയ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തീയ വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി ആകണം. ക്രിസ്ത്യാനി ആകുന്ന എപ്പോഴാണ്? നമ്മളുടെ മാമോദിസയിലൂടെ സഭയുടെ മക്കളായി തീരുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ അല്ലെങ്കിൽ സഭയുടെ മക്കളായി തീരുന്നത്. അപ്പം ക്രിസ്തീയ വ്യക്തിത്വത്തിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. 1 ക്രിസ്തീയ ജീവിത ദർശനം, 2 ക്രിസ്തീയ ജീവിത മനോഭാവം, 3 ക്രിസ്തീയ ജീവിത ശൈലി. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തീയ ജീവിത ദർശനത്തെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനും ക്രിസ്തീയ ജീവിത ദർശനത്തിനും ഒരു 5 ഘടകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാക്കാതെ ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞു തരാം. നമ്മൾ മനസ്സിലാക്കുന്ന ക്രിസ്തീയ വ്യക്തിത്വത്തില് ദൈവം നമ്മുടെ പിതാവാണ്. 1, ദൈവം നമ്മുടെ പിതാവാകുമ്പം നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കൾ. ദൈവം നമ്മളുടെ പിതാവാകുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ദൈവീക മനോഭാവമാണ്, ദൈവീക ദർശനമാണ് ഉണ്ടാകുന്നത്. ഇനി നാം ദൈവത്തിന്റെ മക്കളാകുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാവുകയാണ്. അതായത് ഈശോ ദൈവവും മനുഷ്യനുമായിരുന്നു. ഈശോയുടെ സാദൃശ്യത്തിലാണ് നമ്മൾക്ക് ദൈവം ജന്മം നൽകിയിരിക്കുന്നത്. അപ്പൊ ഈശോ വരുമ്പം നമ്മളിലേക്ക് ആരാ കടന്നു വരുന്നത്? ആത്മാവ് കടന്നു വരുന്നു. ദൈവിക ദർശനം, ആത്മാവിന്റെ ദർശനം, പിന്നെ 3ാമത്തതാണ് മനുഷ്യ ദർശനം. അതായത് നമ്മള് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനായിട്ടാണ് വന്നത്. എങ്ങനെ വന്നു? ദൈവത്തിന്റെ മകനും മകളുമായി ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് മനുഷ്യനായി ഭൂമിയിലേക്ക് നമ്മൾ വന്നു. ഈ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മളിൽ ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവാം. കാരണം നമ്മൾ ആരും പൂർണ്ണരല്ല. പൂർണ്ണനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. പറയുന്നുണ്ടല്ലോ, സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന ഒരു വചനമുണ്ട്. നമ്മളൊക്കെ പരിപൂർണരാണോ? നമ്മളൊന്നും പരിപൂർണരല്ല. പരിപൂർണനായവൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. അതിന്റെ കാരണമാണ് ആദ്യമേ ടീച്ചർ പറഞ്ഞത് ദൈവം മനുഷ്യനും പിന്നെ ആരായിരുന്നു? ദൈവവുമായിരുന്നു. പിന്നെ 4ാമത്തെ ഘടകമാണ് ലോകദർശനം. അതായത് ഈ ലോകത്തില് നമ്മൾ വന്നപ്പോൾ നമ്മളെ കുറേ കാര്യങ്ങള് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകദർശനത്തിൽ മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തിന്റെ സൃഷ്ടികളെ സ്നേഹിക്കുക, പിന്നെ ഈ ലോക ജീവിതത്തില്
നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. വചനം പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നീ ചെയ്യാതെ പോയാൽ അതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. ഇപ്പൊ നമ്മൾക്ക് ബൈബിൾ എടുത്താൽ അതിനകത്ത് നല്ല സമരിയാക്കാരന്റെ കഥ കാണാം. ആ നല്ല സമരിയാക്കാരൻ സത്യത്തിൽ ആരായിരുന്നു? എത്ര പേര് അതിലെ കടന്നു പോയിട്ടും ഒരു വിജാതീയനാണ് ആ വഴിവക്കിൽ മുറിവേറ്റ് കിടന്നവനെ സത്രത്തിൽ കൊണ്ടുപോയി നോക്കി ശുശ്രൂഷിക്കുന്നത്. ആ മനോഭാവം ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക, ഇതെല്ലാം നമ്മൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാകണം. പിന്നെ അപ്പം ദൈവത്തിന്റെ മക്കൾ നമ്മള് പുത്രന്മാരും പുത്രികളും ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കണം, ദൈവത്തിന്റെ സൃഷ്ടികളെ സ്നേഹിക്കണം. ഈ ലോകത്തിൽ മാത്രം ഭൗതികമായ ഈ ലോകം വിട്ട് നമ്മൾ പിന്നെ പോകുന്നത് സ്വർഗീയ ദർശനത്തിനാണ്. സ്വർഗം ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇത്രയാണ് നമ്മള് ദൈവിക ദർശനവും ക്രിസ്തീയ ജീവിതത്തിന്റെ ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടതും വ്യക്തിത്വ. പിന്നെ നമ്മള് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്രിസ്തീയ ജീവിത ദർശനത്തെ കുറിച്ച് മനസ്സിലായി. അപ്പൊ ഇനിയുള്ളത് അങ്ങനെ ജീവിച്ച വ്യക്തികളിൽ ഒരു പ്രമുഖനാണ്. ഒത്തിരി പേര് അങ്ങനെ ഉണ്ട്. കാരണം ഈശോയെ അറിയാതെ പോയിട്ട്, അറിഞ്ഞിട്ടും അറിയാതെ പോയ വ്യക്തികള്, ഈശോയെ നിന്ദ്യമായി വേദനിപ്പിച്ചവര്, ശപിക്കപ്പെട്ടവനായി കണ്ടവര്, അങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. പക്ഷെ അവസാനം അവരെല്ലാവരും ഈശോയിലേക്ക് തിരിഞ്ഞവരാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അതായത് പൗലോസ്ലീഹ, സാവൂൾ എന്ന് വിളിക്കപ്പെടുന്ന പൗലോസ്ലീഹ. പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് ലഭിച്ചവൻ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ആ ഒരു വാക്കിന്റെ പ്രത്യേകത ദൈവത്തിൽ നിന്ന് ലഭിച്ചവൻ. പക്ഷെ ഈ പൗലോസ് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവോ? സാവൂൾ മതമർദ്ധകനായിരുന്നു. അതായത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. ഈ സാവൂൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ AD 5-നും 10-നും ഇടയ്ക്കാണ്. അതായത് ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ സാവൂളിന് എപ്പോഴാണ് മാനസാന്തരം ലഭിക്കുന്നത്? ഈ സാവൂളിന്റെ പണി എന്തായിരുന്നെന്നറിയാമോ? ക്രിസ്ത്യാനികളെ എല്ലാവരെയും വലിച്ചിഴച്ച് കൊണ്ടുപോയി കാരാഗൃഹങ്ങളിലെല്ലാം പൂട്ടിയിടുവായിരുന്നു. ക്രിസ്തുവിനെതിരായിരുന്നു. ക്രിസ്തുവിനെ നിന്ദിക്കപ്പെട്ടവനായിട്ടാണ് സാവൂൾ കണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ഇതുപോലെ കൊണ്ടുപോകുന്ന വഴിക്കാണ് സാവൂളിന് ക്രൂശിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. നീ സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ സാവൂൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്ന്. അപ്പം ഈശോ പറയുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണെന്ന്. മക്കളെ, നമ്മളൊക്കെ ഒരു കാര്യം ചിന്തിക്കും. ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഈശോയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയെ പീഡിപ്പിക്കുമ്പോൾ നമ്മള് ഈശോയെയാണ് പീഡിപ്പിക്കുന്നത്. മരിച്ചുദ്ധിതനായ ഈശോയെയാണ് സാവൂള് ദർശിക്കുന്നത്, ജീവിച്ചിരുന്ന ഈശോയെ അല്ല. അപ്പം നമ്മളോടും ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? സാവൂളിന് മാനസാന്തരം കിട്ടിക്കഴിഞ്ഞ്, നിങ്ങൾക്കറിയാവോ, നിങ്ങളെപ്പോഴും പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്നുള്ള വായന എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് വാൾട്ടർ ബോയ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഈ പൗലോസിന്റെ ലേഖനങ്ങൾ 21 എണ്ണത്തില് 13 എണ്ണവും പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഈ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായ ഒരു വ്യക്തിത്വം അത് എവിടുന്നാ കിട്ടിയത്? ഈശോയിൽ നിന്നാണ് കിട്ടിയത്. അതായത് ഓർത്തോണം, ഈശോയെ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ് സാവൂള്. ഈശോയെയും ഈശോയുടെ അനുയായികളെയും പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ് സാവൂള്. ആ സാവൂളിന് മാനസാന്തരം ലഭിക്കുന്നത് ഈശോയെ അറിഞ്ഞപ്പോഴാണ്. അപ്പൊ നമ്മളും എല്ലാവരും ഇതുപോലെ നമ്മുടെ ജീവിതത്തില് ഇങ്ങനെയുള്ള വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവരാകണം. ഈശോയെ തള്ളിപ്പറയാതെ ഈശോയെ സ്വീകരിക്കുന്നവരാകണം. അപ്പോഴാണ് നമ്മളിൽ ഒരു വ്യക്തിത്വം, ദൈവത്തിന്റെ ഈശോയുടെ ആത്മാവ് കുടികൊള്ളുന്നത്. അപ്പം ഇനി നമ്മൾ പോകുന്നത് സൗളിന്റെ മാനസാന്തരത്തിന്റെ ഒരു ക്ലിപ്പിങ്ങിലേക്കാണ്.
അതുപോലെ ഈ വചനം വായിച്ചാൽ ഇഷ്ടംപോലെ മാനസാന്തരം ലഭിച്ച വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തീയ വ്യക്തിത്വത്തിലായി തീർന്ന മക്കളെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ടീച്ചർ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. You two are destroying each other. Good friends make great enemies, don't they? Saul, why are you doing this? Reuben is a pompous fool. Not that. Chasing after these people because they believe differently than you. That's what God wants. How do you know? They're teaching lies. Their Messiah is dead. They're taking advantage of our countrymen. The law preserves Israel. It must be followed at all cost. People risk their lives by believing in Jesus. No one is being taken advantage of. It is a play for power by a sect who lost their leader. Now they don't want to lose their position. They're making up lies. They do miracles in his name. But that's a positive sign of false teaching. Only God can perform miracles. They say Jesus is God. There's only one God. What if you're wrong? There's blood on my hands. There's no going back. I'm looking for Ananias! This way, this way! Damascus! Saul, why are you persecuting me, Saul? Who are you? I'm Jesus, whom you are persecuting. Get up, enter the city of Damascus. You will be told what you are to do. He blinded me! Who blinded you?
Jesus blinded me! Jesus! He's gone mad. Come, Saul! We must go on to Damascus. Stand up! Jesus blinded me! Bring some ropes! We'll tie him on behind me! It's been 3 days. He won't drink or eat. I'm afraid he's going to die. He's a weak man. He couldn't take the pressure. Barnabas, wake up! Barnabas, wake up! Ananias, what is it? Barnabas, I must speak to you. I know you came to warn us Saul is our enemy, but now What is it? What is it, Ananias? I had a vision Vision? in my sleep. God spoke to me. God? He said I must find Saul and cure him of his blindness. God told you to go find Saul. Yes, God. God. It was God. Ananias, in the first place, if you find Saul, he'll arrest you or kill you. Second, he isn't blind. Wish that he were. And third, you don't know where he is. On the street called Straight, at the house of Judah of Damascus, where he prays and waits for me to bring him back his sight. God told you where to find Saul? That's the house across the street. Yes. Ananias, one last time, I'm pleading with you. Barnabas, I have to do this. God told me to do this. Ananias! Saul, a man is here to see you. My name is Ananias! Yes. You know this man? Yes. I had a vision. A man named Ananias came into this room. He laid his hands on me, and I could see again. Jesus sent him. Jesus. You have been chosen. Chosen? Saul! Saul! God told me that you are the instrument he has chosen to bring his name before the Gentiles. Can you let me see again? The Lord Jesus, who appeared to you on your way here, has sent me so that you might regain your sight and be filled with the Holy Spirit. I can see. I can see. I can see. Saul.
Saul. It's as if scales had fallen from my eyes. Thank you. One more message. Tell me. God said, I myself will show him how much he must suffer for the sake of my name. Suffer? For the sake of his name. God himself has called me. Ananias, the believers, they get sanctified with water. Baptized. Baptize me. I am not qualified. I'm so new to this belief. You just spoke directly to God. Who could be more qualified? Who? Baptize me. I baptize you in the name of the Father and the Son